ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് വേഴഗ്രഹം ജൂൺ 2 കർക്കടക രാശിയിലേക്ക്, അതായത് വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അത് ഒക്ടോബർ 31 വരെ ആ വേഴഗ്രഹം കർക്കിടക രാശിയിലെ ഉച്ചരാശിയിൽ സ്ഥിതി ഉണ്ടാകും. അപ്പം വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്കും ഇടവ ലഗ്നം വന്നിട്ടുള്ളവർക്കും ഈ വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം എന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ജൂൺ 2 ഈ വേഴഗ്രഹം കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. അപ്പോൾ ഈ കർക്കിടക രാശി നമുക്കറിയാം, വേഴഗ്രഹം എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹമാണ്. സർവേശ്വരകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് വേഴഗ്രഹം. അപ്പോൾ ആ വേഴഗ്രഹം എവിടെ വന്നാലും നമുക്ക് ചില ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ വേഴഗ്രഹം കാലപുരുഷൻ്റെ 4-ാം ഭാവരാശിയിലേക്കാണ്, സുഖസ്ഥാനത്തേക്കാണ്, ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ പൊതുവെ 4-ാം ഭാവരാശിയിൽ, കാലപുരുഷൻ്റെ 4-ാം ഭാവരാശി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിൽ ഈശ്വരൻ വരുന്ന ഒരു പ്രതീതി നമുക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരകടാക്ഷം, സത്പ്രവർത്തനങ്ങൾ, സദ്ബുദ്ധി, സാത്വിക ചിന്ത, പഠന മികവ്, അതുപോലെ കർമ്മനേട്ടങ്ങൾ, അതുപോലെ കുടുംബസുഖം, കുടുംബ സംരക്ഷണം, സാമ്പത്തികമായ അഭിവൃദ്ധി ഒക്കെ നമുക്ക് പൊതുവെ ഉണ്ടാകാവുന്ന സമയമാണ്. പക്ഷെ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ഈ വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇടവക്കൂറ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും വേഴഗ്രഹം എന്ന് പറയുന്നത് 8-ാം ഭാവാധിപനുമാണ്, അതുപോലെ 11-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 8ഉം 11ഉം ഭാവാധിപത്യമുള്ള വേഴഗ്രഹം ജൂൺ 2 അവരുടെ 3-ാം ഭാവരാശിയിലേക്ക് ആണ് രാശി മാറുന്നത്. ഈ 3-ാം ഭാവരാശി എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ്, അത് വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഒക്ടോബർ 31 വരെ ആ വേഴഗ്രഹം 3-ാം ഭാവരാശിയിൽ ഉച്ചരാശിയിൽ സ്ഥിതി ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ച് ജീവകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഈ വേഴഗ്രഹം എന്ന് പറയുന്നത്. ആ ഗ്രഹം 3ലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ 3-ാം ഭാവസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കും എന്ന് പറയാം. അപ്പം നമ്മൾ പൊതുവെ വർക്കിലൊക്കെ ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും, വളരെ മോട്ടിവേറ്റഡ് ആകുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, എഴുത്തുകാർ, പ്രസാധകർ, പ്രഭാഷകർ, അതുപോലെ ഈ മോട്ടിവേഷൻ വർക്ക് ചെയ്യുന്നവർ, ടീച്ചേഴ്സ്, ഇവർക്കൊക്കെ പൊതുവെ ഈ 3ലേക്കുള്ള ആ ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി അല്ലെങ്കിൽ ആ 3ലേക്കുള്ള ഗുരുവിൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ അവരുടെ ഫീൽഡുകളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ്റലക്ച്വൽ തലത്തിൽ തിളങ്ങുന്ന സമയമായിരിക്കും. അവരുടെ കഴിവുകൾ അത് പല തലങ്ങളിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും പൊതുവെ ഒരു ആത്മവിശ്വാസം, അവർ ഏർപ്പെടുന്ന മേഖലയിലൊക്കെ അവർക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെ ധൈര്യം, വീര്യമൊക്കെ കൂടുന്ന സമയമായിരിക്കും. സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകും. അടുത്ത സുഹൃത്തുക്കൾ, അയൽവക്കക്കാർ, അവരുമായിട്ടൊക്കെ ഉള്ള അകൽച്ചയൊക്കെ മാറി അവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന, മെച്ചപ്പെടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വർക്കിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സമയമായിരിക്കും. ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാനാകും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഈ ഗുരു 3-ൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഇടവക്കാർക്കുണ്ടാകും. ഗുരു അഷ്ടമ ഭാവാധിപനാണ്. ഇപ്പം അഷ്ടമഭാവത്തിൻ്റെ അഷ്ടമമാണ് ഈ 3-ാം സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം 3-ാം ഭാവരാശിയിലേക്ക് അഷ്ടമഭാവാധിപനായിട്ടുള്ള ഗുരു വരിക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യ
പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് സഡനായിട്ടുള്ള റിക്കവറി അല്ലെങ്കിൽ ആശ്വാസം സാധ്യമാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ലോവർ അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ, അതുപോലെ ENT സംബന്ധമായിട്ട് എന്തെങ്കിലും ട്രബിൾസ് ഉള്ളവർ, ബോഡി സംബന്ധമായിട്ട് പെയിൻ ഉള്ളവർ, ഇവർക്കൊക്കെ തന്നെ അതിൽ നിന്ന് സഡൻ മോചനം ഉണ്ടാകും. ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് അതിൽ നിന്ന് മോചനം സാധ്യമാകുന്ന സമയമാണ്. രോഗഭയമൊക്കെ കുറയുന്ന സമയം എന്ന് തന്നെ പറയാം. കാരണം അഷ്ടമഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ വരുമ്പോൾ ആ അഷ്ടമഭാവ സംബന്ധമായ കാര്യങ്ങളെല്ലാം റിവേഴ്സ് ആകുന്ന സമയം എന്ന് പറയാം. ഗുരു 11ാം ഭാവാധിപനും കൂടിയാണ്. ആ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 3ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ 11ന്റെ 5ാം ഭാവമാണ് ഈ 3 എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ക്രിയേറ്റീവ് തലത്തിൽ, ബൗദ്ധിക തലത്തിൽ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന സമയമായിരിക്കും 11ാം ഭാവാധിപൻ 3ൽ വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്നു. പൊതുവെ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അവർക്ക് സാമ്പത്തിക നേട്ടം അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വായത്തമാക്കാൻ കഴിയുന്ന സമയമായിരിക്കും ആ ഗുരു 3ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക. പ്രത്യേകിച്ച് ഊഹക്കച്ചവടക്കാർക്കൊക്കെ വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പുത്തൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും ഈ 3ൽ ഗുരു ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. നമ്മൾ ഒരു ഗ്രഹം ഒരു രാശിയിലേക്ക് വരുമ്പോൾ ആ രാശിയിൽ നിന്നിട്ട് ആ ഗ്രഹം ഏത് രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതിന് വളരെ പ്രസക്തിയുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗുരു 7ൽ ദൃഷ്ടി ചെയ്യുന്നു, 7ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. അതായത് 3ൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ 5ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതിൻ്റെ 5ാം ഭാവമാണ് 7ാം ഭാവം എന്ന് പറയുന്നത്. ആ 7ലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പുത്തൻ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. അതുപോലെ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ നമുക്ക് പങ്കാളിയാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സമയമാണ്. പൊതുവെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഐക്യമുണ്ടാകും. അത് ബിസിനസ്സിൽ വലിയ നേട്ടമുണ്ടാകും. ബിസിനസ് വികാസത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറും. ജീവിത പങ്കാളിയുമായിട്ട് കൂടുതൽ ഇൻറ്റിമസി, അതുപോലെ കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ടൈമായിരിക്കും 7ലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പൊതുവെ സന്തോഷകരമായിട്ടുള്ള, അത് ലൈഫ് പാർട്ട്ണർഷിപ്പിലായാലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലായാലും വളരെ ഗുണാനുഭവം ഉണ്ടാവും. മാത്രവുമല്ല നമ്മൾ ഈ പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ തന്നെ വളരെ ഒരു ഗുണാനുഭവം, പൊതുജനപ്രീതിയൊക്കെ കൂടാവുന്ന സമയമാണ് ആ ഗുരു പ്രത്യേകിച്ച് 7ലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകുന്നത്. ഗുരു 3ൽ നിന്നുകൊണ്ട് ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ 3ന്റെ 7ാം ഭാവമാണ്. 3ാം ഭാവത്തിൻ്റെ 7ാം ഭാവമാണ് ഈ ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, അതുപോലെ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സമയമായിരിക്കും. ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ ദൂരസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിന്, പ്രത്യേകിച്ച് നമുക്ക് മതപരമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒക്കെ സന്ദർശിക്കുന്ന അനുകൂല സമയമാണ്. നമുക്ക് ഗുരുക്കന്മാരെ, ആചാര്യന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെയൊക്കെ ഗൈഡൻസ് കിട്ടുന്നതിനുമൊക്കെ അനുകൂല സമയമാണ്. പൊതുവെ നമുക്ക് ഈ ഡിവൈനായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. നമുക്ക് ശരിയേത് തെറ്റേത് എന്ന് വിവേചിച്ച് അറിയാനുള്ള ഒരു കഴിവ് ഈ സമയത്ത്, പ്രത്യേകിച്ച് 9ലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകും. 9ലെ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നീചദൃഷ്ടിയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നീചദൃഷ്ടിയാണ് 9ൽ വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മുതിർന്നവരുമായിട്ട്, അല്ലെങ്കിൽ സീനിയർ അധ്യാപകരുമായിട്ട്, പിതാവുമായിട്ട്, അല്ലെങ്കിൽ ഗുരുക്കന്മാരുമായിട്ട്, ഇവരുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. ബഹുമാനക്കുറവ് ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം.
ഗുരു 3-ൽ നിൽക്കുന്ന ഗുരു 11-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഗുരു പ്രത്യേകിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവാധിപനാണ്. അപ്പോൾ 11-ാം ഭാവാധിപൻ 11-ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇച്ഛാപൂർത്തി സ്ഥാനമാണ് ഈ 11 എന്ന് പറയുന്നത്. ഇപ്പോൾ 11-ാം ഭാവാധിപൻ 11 ദൃഷ്ടി ചെയ്യുമ്പോൾ ധനാഗമനം കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് എന്നുള്ളത് കൊണ്ട് ഈ കൂറുകാരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ സഫലമാക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഈ ഗുരുവിൻ്റെ രാശിമാറ്റം കൊണ്ട് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവെ ഭാഗ്യം കൊണ്ടുള്ള ഒരു ധനനേട്ടം, പ്രത്യേകിച്ച് മൂന്നിൻ്റെ ഭാഗ്യസ്ഥാനമാണ് ഈ 11 എന്ന് പറയുന്നത്. അപ്പം 3 നിന്ന് അതിൻ്റെ 9-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ധനഭാഗ്യത്തിന് സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. ധനപരമായിട്ട് ചില ഭാഗ്യനേട്ടങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴി എന്തെങ്കിലും ഭാഗ്യനേട്ടം ഉണ്ടാകാം. ജ്യേഷ്ഠ സഹോദരന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുവഴി നമുക്കെന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സൗഹൃദങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. സാമൂഹ്യ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. ഈ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ഉയരുന്ന സമയമായിരിക്കും. പുതിയ പുതിയ സൗഹൃദങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. പൊതുവെ നമ്മുടെ ചിരകാല അഭിലാഷങ്ങൾ ചിലതെങ്കിലും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ധൈര്യം, വീര്യം ഇതൊക്കെ കൂടുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി ഉയരുന്ന സമയമാണ്. സമൂഹത്തിൽ ആദരവ്, അംഗീകാരം ഒക്കെ ചിലർക്ക് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ഉന്നത വ്യക്തികളെ മീറ്റ് ചെയ്യുന്നതിനും അവർ വഴി നമുക്ക് ചില ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.